പ്രിയപ്പെട്ടവരെ നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA മലയാളം 4ാം സെമസ്റ്ററിലെ ദൃശ്യകലാ സാഹിത്യത്തിൻ്റെ ഒരു ക്ലാസ്സാണ് ഇന്ന് എടുക്കുന്നത്. ഇതിനു മുമ്പ് 8 ക്ലാസ്സുകൾ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ എനിക്ക് ലഭിക്കുന്നുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എന്നതിൽ സന്തോഷമുണ്ട്. നമുക്കിന്ന് മറ്റൊരു ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം, കഥകളി എന്ന കലാരൂപത്തെ പരിചയപ്പെടുത്തുക. നിരവധി കലകളുടെ മനോഹരമായ സമന്വയമായ കഥകളിയുടെ പൂർവ്വരൂപം രാമനാട്ടമാണ്. കഥകളിയുടെ പൂർവ്വരൂപമാണ് രാമനാട്ടം. വിവിധങ്ങളായ വാദ്യവിശേഷങ്ങൾ, സാഹിത്യം, സംഗീതം, നൃത്തവിശേഷങ്ങൾ, ആർഭാടപൂർണമായ വേഷവിധാനങ്ങൾ എന്നിവയൊക്കെ കൂടിച്ചേർന്നതാണ് കഥകളി. സാഹിത്യം, സംഗീതം, നൃത്തവിശേഷങ്ങൾ, വാദ്യവിശേഷങ്ങൾ, ആർഭാടപൂർണമായ വേഷവിധാനങ്ങൾ എല്ലാം ചേരുന്നതാണ് കഥകളി. വാദ്യവും നൃത്തവും നാടൻ നൃത്തങ്ങളിൽ നിന്നും, വേഷം മുടിയേറ്റിൽ നിന്നും, മുടിയേറ്റ് മാത്രമല്ല തിറയാട്ടം, കോലം തുള്ളൽ എന്നിവയിൽ നിന്നെല്ലാം വേഷത്തിന് കടമെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നൃത്യവും നാട്യവും കൂടിയാട്ടത്തിൽ നിന്നും, ഗീതം അഷ്ടപതി സമ്പ്രദായത്തെ അനുകരിച്ചുമാണ് കഥകളി രൂപപ്പെട്ടത്. കഥകളി എന്നത് ഒരു സമന്വയ കലാരൂപമാണ്. ഇവിടെ നിലവിലുണ്ടായിരുന്ന പല കലാരൂപങ്ങളിൽ നിന്നും പല അംശങ്ങളെയും സ്വീകരിച്ചിട്ടാണ് കഥകളി രൂപം കൊണ്ടത്. സാമൂതിരിയുടെ മേൽനോട്ടത്തിൽ നടത്തപ്പെട്ടിരുന്ന കൃഷ്ണനാട്ടമാണ് കഥകളിക്ക് മാർഗദർശകമായത്. കഥകളി ഉണ്ടെന്നറിയിക്കുന്ന കേളികൊട്ടാണ് കഥകളിയുടെ ആദ്യ ചടങ്ങ്. കഥകളിയിലെ ഒന്നാമത്തെ ചടങ്ങാണ് കേളികൊട്ട്. അത് കഥകളി ഉണ്ടെന്ന് അറിയിക്കലാണ്. മദ്ദളം, ചെങ്ങില, ഇലത്താളം എന്നീ വാദ്യങ്ങളാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. തിരശീല പിടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടദേവതാ വന്ദനമായ തോടയമാണ്. രണ്ടാമത്തേത് തോടയമാണ്. അത് ഇഷ്ടദേവതാ വന്ദനമാണ്. തുടർന്ന് നടക്കുന്നത് സ്ത്രീ പുരുഷ വേഷങ്ങൾ രണ്ടും അരങ്ങത്ത് വന്നാടുന്ന പുറപ്പാടാണ്. മൂന്നാമത്തേത് പുറപ്പാട്. പാട്ടുകാർ ഗീതാഗോവിന്ദത്തിലെ ഭാഗങ്ങൾ പാടുന്ന ചെണ്ടയോടു കൂടിയ മേളപദമാണ് ശേഷമുള്ളത്. പുറപ്പാടിന് ശേഷം മേളപദം. പിന്നീട് പാട്ടുകാർ പാടുന്നതിനനുസരിച്ച് വേഷങ്ങൾ മുദ്രകളിലൂടെ പദാർത്ഥ അഭിനയം നിർവഹിക്കുന്നു. കഥാപാത്ര സംഭാഷണത്തിനും ആത്മഗതത്തിനും പദങ്ങൾ, രംഗാവതരണത്തിന് ശ്ലോകം, വർണ്ണനയ്ക്ക് ദണ്ഡകം എന്ന രീതിയാണ് പൊതുവിൽ സ്വീകരിച്ചിരിക്കുന്നത്. കഥകളി നൃത്യപ്രധാനമാണ്. പദാർത്ഥം അംഗവിക്ഷേപങ്ങളിലൂടെയും കൈമുദ്രകളിലൂടെയും പ്രകാശിപ്പിക്കപ്പെടണം. പദാർത്ഥം അംഗവിക്ഷേപങ്ങളിലൂടെയും കൈമുദ്രകളിലൂടെയുമാണ് പ്രകാശിപ്പിക്കുന്നത്. അഭിനയം, വാചികം, ആംഗികം, ആഹാര്യം, സാത്വികം എന്നിങ്ങനെ 4 തരത്തിലാണ് ഉള്ളത്. അഭിനയം, വാചികം, ആംഗികം, ആഹാര്യം, സ്വാത്വികം എന്നിങ്ങനെ 4 തരത്തിൽ. ഇതിൽ വാചികം കഥകളിയിലില്ല. കഥകളിയില്ലാത്തതാണ് വാചികം. രംഗത്ത് വരുന്ന കഥാപാത്രങ്ങൾ സംഭാഷണം നടത്താതെ പിൻപാട്ടുകാരാണ് അത് നിർവഹിക്കുന്നത്. ശരീരാവയവങ്ങളുടെ ചലനവിശേഷമാണ് ആംഗികം എന്നത്. ശരീരാവയവങ്ങളുടെ ചലനവിശേഷം. നടൻ കഥാപാത്രത്തിനനുസരിച്ച് വേഷം കെട്ടുന്നത് ആഹാര്യമാണ്. നടൻ കഥാപാത്രത്തിനനുസരിച്ച് വേഷം കെട്ടുന്നതാണ് ആഹാര്യം. സാത്വിക അഭിനയമാകട്ടെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങളെ ഭാവത്തിലൂടെ വെളിവാക്കുന്നതാണ്. ഹസ്തലക്ഷണദീപികയെ ആസ്പദമാക്കി 24 അടിസ്ഥാന മുദ്രകളിൽ നിന്നും രൂപപ്പെടുത്തിയ 600ഓളം പദാവലിയാണ് കഥകളിയിലെ മുദ്രാഭാഷ. അപ്പോൾ ഹസ്തലക്ഷണദീപികയാണ് ഇതിന് അടിസ്ഥാനമായിട്ടുള്ളത്. പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിങ്ങനെ 5 വേഷങ്ങൾ കഥകളിയിലുണ്ട്. പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിങ്ങനെ 5 വേഷങ്ങൾ. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. ആദിമധ്യാന്ത പൊരുത്തമുള്ള ഇതിവൃത്തം ആട്ടക്കഥകളിൽ ഉണ്ടായിരിക്കും. ഇരയിമ്മൻ തമ്പിയുടെ
ഉത്തരാസ്വയംവരം, ദക്ഷയാഗം, കീചകവധം എന്നീ ആട്ടക്കഥകൾ എടുത്തു പറയേണ്ട ആട്ടക്കഥകളാണ്. അതുപോലെ ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥ, ഇത് 4 ദിവസത്തിന് ആടാനുള്ള കഥയാണ്. കോട്ടയത്ത് തമ്പുരാൻ്റെ ആട്ടക്കഥകളാണ് കല്യാണ സൗഗന്ധികം, കിർമീരവധം, നിവാത കവച കാലകേയവധം, ഭഗവധം എന്നിവ. കല്യാണ സൗഗന്ധികം, കിർമീരവധം, നിവാത കവച കാലകേയവധം, ഭഗവധം. ഈ ആട്ടക്കഥകളിലൂടെ കഥകളിയുടെ രൂപഭാവശില്പങ്ങൾ പരിഷ്കരിക്കുകയും സഹൃദയർക്ക് വായിച്ച് രസിക്കാൻ കഴിയുന്ന കാവ്യങ്ങളാക്കി മാറ്റുകയും ചെയ്തു അദ്ദേഹം. കുറിപ്പ് തയ്യാറാക്കുക. ക്ലാസിക്കൽ ചിത്രകല. കേരളത്തിൻ്റെ ചിത്രകലാ പാരമ്പര്യത്തിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഗുഹാചിത്രങ്ങളാണ് ഇവയിൽ ഏറ്റവും പഴക്കമുള്ളത്. മറയൂർ ഗുഹയിലെ ചിത്രങ്ങൾ വെള്ള, ചുവപ്പ്, തവിട്ട് നിറത്തിലുള്ള ചേടിക്കല്ലുകളും കരിക്കട്ടയും ഉപയോഗിച്ച് പാറ കൊണ്ട് നിർമ്മിതമായ ഗുഹയിൽ ഉരച്ച് നിർമ്മിച്ചവയാണ് എന്നാണ് പറയുന്നത്. മറയൂർ ഗുഹയിലെ ചിത്രങ്ങൾ വെള്ള, ചുവപ്പ്, തവിട്ട് നിറത്തിലുള്ള ചേടിക്കല്ലുകളും കരിങ്കട്ടയും ഉപയോഗിച്ച് പാറ കൊണ്ട് നിർമ്മിതമായ ഗുഹയിൽ ഉരച്ച് നിർമ്മിച്ചവയാണ് എന്ന് പറയപ്പെടുന്നു. ഇതിൽ ആന, കുതിര, കാള, കാട്ടുപോത്ത്, നർത്തകരായ മനുഷ്യരൂപങ്ങൾ ഒക്കെയും ലാളിത്യത്തോടെയാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. മറ്റൊരു ചിത്രമാണ് വയനാടിലെ എടക്കൽ ഗുഹാചിത്രങ്ങൾ. സൂര്യനും പൂക്കളും മൃഗരൂപങ്ങളും മാന്ത്രിക ചതുരങ്ങളും വേട്ടയാടുന്ന മനുഷ്യരും സ്വസ്തിക് ചിഹ്നവുമാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ആദ്യകാലത്ത് ചിത്രം വരയ്ക്കാനായി പ്രകൃതിദത്തമായ വസ്തുക്കളാണ് ഉപയോഗിച്ചിരുന്നത്. വരയിലും വർണ്ണപ്പൊടിയാലുള്ള ആവിഷ്കരണത്തിലും കേരള തനിമയുറ്റ ആലേഖന ശൈലിയാണ് ചുവർ ചിത്രകലക്ക് ഉള്ളത്. ഇതിഹാസ കൃതികളിലെയും ഭാഗവതത്തിലെയും വൈകാരിക മുഹൂർത്തങ്ങളാണ് ഇതിലെ ഇതിവൃത്തമെന്ന് പറയാം. ഇതിഹാസ കൃതികളിലെയും ഭാഗവതത്തിലെയും വൈകാരിക മുഹൂർത്തങ്ങൾ. ആറ്റിങ്ങൽ, കൃഷ്ണപുരം, പത്മനാഭപുരം, മട്ടാഞ്ചേരി എന്നിവിടങ്ങളിലെ കൊട്ടാരങ്ങളിലെയും ഏറ്റുമാനൂർ, കോട്ടയ്ക്കൽ, തിരുവഞ്ചിക്കുളം തുടങ്ങിയ ഹൈന്ദവ ക്ഷേത്രങ്ങളിലെയും അങ്കമാലി, പാലിയക്കര, കാഞ്ഞൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ ക്രൈസ്തവ ദേവാലയങ്ങളിലെയും ഭിത്തി ചിത്രങ്ങൾ പ്രസിദ്ധങ്ങളായിട്ടുള്ളവയാണ്. കൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷമാണ് ഇതിൽ ഏറ്റവും വലുപ്പമുള്ള ചുവർ ചിത്രകല. കൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം 14-ാം നൂറ്റാണ്ടിൽ നാരായണനാൽ വിരചിതമായ തന്ത്രസമുച്ചയത്തിലും 16-ാം ശതകത്തിൽ ജീവിച്ചിരുന്ന ശ്രീകുമാരൻ രചിച്ച ശില്പരത്നത്തിലും കേരളത്തിലെ ചുവർ ചിത്ര നിർമ്മാണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കുമ്മായവും മണലും ഉപയോഗിച്ചിട്ടാണ് ആദ്യകാലങ്ങളിൽ ചായങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. കുമ്മായവും മണലുമാണ് ആദ്യകാലത്തിൽ ഉപയോഗിച്ചിരുന്നത്. ആധുനിക ഭാരതീയ ചിത്രകലയുടെ പിതാവ് എന്നാണ് രാജാ രവിവർമ്മയെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഹംസ ദമയന്തി സംവാദം, അമ്മയും കുഞ്ഞും, പാൽക്കാരി, അതാ അച്ഛൻ വരുന്നു, മുല്ലപ്പൂ ചൂടിയ നായർ വനിത, ദ്രൗപദി വിരാട സദസ്സിൽ, ശകുന്തളയുടെ പ്രേമലേഖനം, കാദംബരി തുടങ്ങിയ ചിത്രങ്ങൾ വളരെ പ്രസിദ്ധമായവയാണ്. അടുത്ത ചോദ്യം, കഥകളിയുടെയും അതിൻ്റെ സംസ്കാരവും സ്വാംശീകരിച്ച എഴുത്തുകാരനാണ് CV രാമൻപിള്ള എന്ന് പറയാനുള്ള കാരണം എന്താണ്? മലയാളിയുടെ രാത്രികൾ എന്ന ലേഖനത്തെ മുൻനിർത്തി ചർച്ച ചെയ്യുക. CV രാമൻപിള്ളയും വലിപ്പവും ശോഭയും നിറഞ്ഞു നിൽക്കുന്ന വിചിത്ര പുരുഷന്മാരെ തൻ്റെ നോവലുകളിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. CV രാമൻപിള്ള അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ വലുപ്പവും ശോഭയും നിറഞ്ഞു നിൽക്കുന്ന വിചിത്രമായിട്ടുള്ള പുരുഷന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ട്. രാജവംശത്തിൻ്റെ പ്രശസ്ത കഥകളാണ് അദ്ദേഹം പറയുന്നത്. രാജവംശത്തിൻ്റെ ശത്രുസ്ഥാനത്ത് കാളിയുടയൻ, ചന്ദ്രക്കാരൻ, ഹരിപഞ്ചാനൻ തുടങ്ങിയ രാജസ ശോഭമുറ്റിയ വൻ വേഷങ്ങളെയാണ് ഉയർത്തിക്കാട്ടുന്നത്. ശത്രുപക്ഷത്തുള്ളത് കാളിയുടയൻ, ചന്ദ്രക്കാരനും ഹരിപഞ്ചാനനുമെല്ലാമാണ്. ഇവയെല്ലാം രാജസ ശോഭയുള്ള വൻ വേഷങ്ങളാണ്. ധർമ്മരാജയെയോ മാർത്താണ്ഡവർമ്മയോ ചിത്രീകരിക്കുമ്പോൾ ഇല്ലാത്ത വൈഭവം അവരുടെ എതിരാളികളുടെ സൃഷ്ടിയിൽ അദ്ദേഹത്തിന് കൈവന്നിട്ടുണ്ട്. രാജവംശ പ്രശസ്തിയായി തുടങ്ങിയ CVയുടെ കഥ കഴക്കൂട്ടത്ത് പിള്ളമാരുടെ കുടുംബകഥയായി മാറുന്നു. നായകസ്ഥാനത്തുള്ളവർ നിറം മങ്ങുകയും പ്രതിനായകന്മാരുടെ മേൽ
സർഗവൈഭവത്തിൻ്റെ സ്പോട്ട്ലൈറ്റ് വീഴുകയും ചെയ്യുന്ന രീതിയാണിവിടെ കാണുന്നത്. നായക സ്ഥാനത്തുള്ളവർക്ക് നിറം മങ്ങുകയും പ്രതിനായകന്മാരുടെ മേൽ സർഗവൈഭവത്തിൻ്റെ സ്പോട്ട്ലൈറ്റ് വീഴുകയും ചെയ്യുന്ന രീതി CV-യിൽ നമുക്ക് കാണാം. കഥകളിയും അതിൻ്റെ സംസ്കാരവും സ്വാംശീകരിച്ച എഴുത്തുകാരനായിരുന്നു CV. ആട്ടക്കഥകളിൽ നിന്ന് വരികളും അരങ്ങത്ത് നിന്ന് വേഷങ്ങളും അദ്ദേഹത്തിൻ്റെ കഥയിലേക്ക് കടന്നു വരുന്നത് കാണാം. കഥകളി വേഷങ്ങളുടെ മൂശയിലാണ് CV തൻ്റെ മനുഷ്യരൂപങ്ങളെ വാർത്തെടുത്തിരിക്കുന്നത്. കഥകളി വേഷങ്ങളുടെ മൂശയിലാണ് CV തൻ്റെ മനുഷ്യരൂപങ്ങളെ വാർത്തെടുത്തിരിക്കുന്നത്. കാളിപ്രഭാവ ഭട്ടനെയും ഹരിപഞ്ചാനെയും പോലെയുള്ള അതിമാനുഷ്യരൂപികളായ വ്യക്തിത്വങ്ങൾക്ക് മൂശയാവാൻ അത്യുക്തിയെ അവലംബിച്ചു നിൽക്കുന്ന കഥകളി വേഷങ്ങളോളം സാധ്യത മറ്റൊന്നിനുമില്ല. രാവണവേഷത്തിൻ്റെ ചുട്ടിയും മുഖത്തെഴുത്തും ഉപയോഗിച്ചാണ് ചന്ദ്രക്കാരനെ അദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നത്. രാവണവേഷത്തിൻ്റെ ചുട്ടിയും മുഖത്തെഴുത്തും ഉപയോഗിച്ചിട്ടാണ് ചന്ദ്രക്കാരനെ CV രാമൻപിള്ള നിർമ്മിച്ചിരിക്കുന്നത്. ഈ നവലങ്കനാഥൻ്റെ ഇംഗിതത്തെ എന്നാരംഭിക്കുന്ന ധർമ്മരാജയിലെ 2-ാം അധ്യായത്തിലുള്ള ചന്ദ്രക്കാരൻ്റെ രൂപവർണ്ണനയിൽ രാവണവേഷത്തിൻ്റെ ആഹാര്യ ഗാംഭീര്യങ്ങൾ എല്ലാം ഒത്തിണങ്ങുന്നുണ്ട്. ചിലമ്പിനേത്ത് ദശകണ്ഠൻ എന്ന ചന്ദ്രക്കാരനെ രാവണനുമായി ഏകീഭവിച്ച് CV എഴുതുന്ന സന്ദർഭമുണ്ട്. ചന്ദ്രക്കാരനെ അവതരിപ്പിക്കുന്ന 2-ാം അധ്യായം തുടങ്ങുന്നത് പോലും രാവണ ജനനത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ്. ഇത്തരത്തിൽ ധർമ്മരാജയുടെ അവസാനത്തിൽ ഇരുളിലേക്ക് ആക്രോശിച്ച് ചാടിമറയുന്ന ചന്ദ്രക്കാരൻ കൂടുതൽ കരുത്തോടും കൂടി കാളിപ്രഭാവ ഭട്ടനായി രാമരാജ ബഹദൂറിൽ പുനർജനിക്കുന്നുണ്ട്. കഥകളി അരങ്ങത്ത് നിന്ന് അലറിക്കടന്നു വരുന്ന ഗംഭീരരൂപികളായ കത്തിവേഷങ്ങൾ CV-യുടെ കലയെ വിരുദ്ധ ഭംഗിമുറ്റിയ രാവണായനങ്ങളാക്കി മാറ്റുന്നു. അടുത്ത ചോദ്യം, ഓരോ കഥകളിയും ഓരോ ഓണമാണെന്ന് പറയാനുള്ള കാരണമെന്ത്? ഓരോ കഥകളിയും ഓരോ ഓണമാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? നശിച്ചാലും നശിക്കാത്ത വിധമുള്ള ഒരു അനശ്വരത ധർമ്മമൂർത്തികൾക്കു പകരം അസുര ചക്രവർത്തികൾക്ക് സ്വായത്തമാകുന്നതും മഹത്വവും അനശ്വരമാകുന്നതും ഇവിടെ കാണാനാകുന്നുണ്ട്. തനി കേരളീയമായ ഒരു ദർശനമായി ഇതിനെ അംഗീകരിക്കാം. കേരള സംസ്കാരത്തിൻ്റെ ഉള്ളിൽ അനശ്വരനും അസുരപ്രകൃതിയുമായ ഒരു പ്രതിനായകൻ കുടികൊള്ളുന്നുണ്ട്. ഓണത്തിൻ്റെ മിത്തിലും അത്തരമൊരു പ്രതിനായക സങ്കല്പമുണ്ട്. തോൽപ്പിക്കപ്പെട്ടവൻ്റെ ദേശീയ മിത്താണ് അത്. കേരളീയ ചക്രവർത്തിയായ അസുരനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയപ്പോൾ കേരളീയൻ്റെ സ്വർഗം പാതാളത്തിലായി. കേരളീയ ചക്രവർത്തിയായ അസുരനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയപ്പോൾ കേരളീയൻ്റെ സ്വർഗം പാതാളത്തിലായി. പ്രതിനായകൻ നായകനുമായി. ഭൂമി മുഴുവൻ കൈയടക്കിയവരോടുള്ള പാതാളത്തിൻ്റെ പ്രതിരോധവും ചതിക്കുന്ന ദേവനെതിരെ അസുരൻ്റെ ചെറുത്തുനിൽപ്പും നോക്കുമ്പോൾ തോൽക്കുന്ന പ്രതിനായകനാണ് സത്യത്തിൽ ജയിക്കുന്ന നായകനെന്ന് വിളിച്ചു പറയലാണ് നമ്മുടെ ഓണമെന്ന് പറയുന്നു. ഭൂമി മുഴുവൻ കൈയടക്കിയവരോടുള്ള പാതാളത്തിൻ്റെ പ്രതിരോധവും ചതിക്കുന്ന ദേവനെതിരെ അസുരൻ്റെ ചെറുത്തുനിൽപ്പും നോക്കുമ്പോൾ തോൽക്കുന്ന പ്രതിനായകനാണ് സത്യത്തിൽ ജയിക്കുന്ന നായകനെന്ന് വിളിച്ചു പറയലാണ് നമ്മുടെ ഓണം. മലയാളിയുടെ എല്ലാ കലകളിലും അതിൻ്റെ മാധുര്യമാർന്ന മുദ്ര പതിഞ്ഞു കിടപ്പുണ്ട്. കഥയിലും കവിതയിലും നാടകത്തിലും കഥന വൈഭവങ്ങളിലുമെല്ലാം ഈ പാതാള സ്മരണകൾ മുളനീട്ടുന്നുണ്ട്. അങ്ങനെ ഓരോ കഥകളിയും ഓരോ ഓണമാണ് എന്ന് പറയാം. ഓരോ കഥകളിയും ഓരോ ഓണമാണ്. മഹാകവി P കണ്ടതും വള്ളത്തോൾ കാണാത്തതുമായ സ്വപ്നത്തിൻ്റെ ഉത്സവമാണത്. മഹാകവി P കണ്ടതും വള്ളത്തോൾ കാണാത്തതുമായ സ്വപ്നത്തിൻ്റെ ഉത്സവമാണത്. CN ശ്രീകണ്ഠൻ നായരുടെ രാവണനായി CV-യുടെ പ്രതിനായകരായി ഈ തിരനോട്ടങ്ങൾ രൂപം മാറി മലയാളിയുടെ കൺമുന്നിൽ എത്തുന്നു. നമ്മുടെ രാത്രികളിലും മിത്തോളജികളിലും സംസ്കാരത്തിൻ്റെ ഉള്ളറകളിലും സമത്വക്കിനാവുകളിലും CN-ൻ്റെ ദശാംശവേഷങ്ങളിലും CV-യുടെ ഉഗ്രരൂപികളിലുമൊക്കെ വ്യാപിച്ച മലയാളിയുടെ ഉത്സവം തുടർന്നുകൊണ്ടേയിരിക്കുന്നു.
ഈ രണ്ട് ചോദ്യങ്ങളും ചേർത്ത് ഒരു ഉപന്യാസ ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാകും KC നാരായണൻ്റെ മലയാളിയുടെ രാത്രികൾ എന്ന ലേഖനത്തിൽ കഥകളിയുടെ സ്വാധീനമുള്ള സാഹിത്യകൃതികളെയും സാഹിത്യകാരന്മാരെ പറ്റിയുമാണ് വിശദീകരിക്കുന്നത്. KC നാരായണൻ്റെ മലയാളിയുടെ രാത്രികൾ എന്ന ലേഖനത്തിൽ കഥകളിയുടെ സ്വാധീനതയുള്ള സാഹിത്യകൃതികളെയും സാഹിത്യകാരന്മാരെയും പറ്റി വിശദീകരിക്കുന്നു. കുഞ്ഞിരാമൻ നായരുടെ കവിതകളിൽ കഥകളി വലിയൊരു അനുഭവമായി മാറുന്നുണ്ട്. ഈ കുഞ്ഞിരാമൻ നായരുടെ കവിതകളിൽ കഥകളി വലിയൊരു അനുഭവമായി മാറുന്നു. അദ്ദേഹത്തിൻ്റെ കളിയച്ചനിലും മറ്റനേകം കൃതികളിലും തേജോമയമായ ലോകത്തിൻ്റെ മുദ്രകളായി കഥകളിയോടുള്ള കൽപ്പനകൾ ചിതറിക്കിടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പാട്ട് കഴിഞ്ഞ ഗായകൻ വെച്ച ചെണ്ടില പോലുള്ള വിണ്ടലവും ഹരിത കാനനങ്ങൾ പച്ച കുത്തിയ വൻവേഷങ്ങളും ചുട്ടിക്ക് കിടക്കുന്ന വടമലയും വേഷമഴിച്ചുവെച്ച മഹാനടനുമൊക്കെ പിയുടെ കാവ്യലോകത്തെ സമ്പന്നമാക്കുന്ന കൽപ്പനകളാണ്. വള്ളത്തോളാകട്ടെ കഥകളിയുമായി നിരന്തരം ബന്ധപ്പെട്ടിട്ടും അതിൻ്റേതായ ഒരൊറ്റ കൽപ്പന പോലും തൻ്റെ കവിതയിൽ ആവാഹിച്ചതുമില്ല. ചിത്ര ശില്പകലകളുടെ ചാരുതയും നൃത്യകലയുടെ ചടുലതയും ചേർന്ന വശ്യമായ ഒന്നാണ് കഥകളി. ചിത്രശില്പകലകളുടെ ചാരുതയും നൃത്യകലയുടെ ചടുലതയും ചേർന്ന് വശ്യമായ ഒന്നാണ് കഥകളി. വില്ലന്മാരായ പ്രതിനായകന്മാർ മാനിക്കപ്പെടുന്ന നിലയാണ് കഥകളിയിലുള്ളത്. കഥകളിയിൽ കാണാൻ കഴിയുന്നത്. കഥകളിയിൽ രാവണനും കീചകനും ദുര്യോധനനും നരകാസുരനുമൊക്കെ ഏകദേശം 1/4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രൗഢമായ തിരനോട്ടത്തിനു ശേഷമാണ് അരങ്ങത്തെത്തുന്നത്. ധർമ്മിഷ്ഠരായ വിശിഷ്ട നായകന്മാർ രാമനും കൃഷ്ണനുമെല്ലാം ശ്രദ്ധിക്കപ്പെടാതിരിക്കുകയും വില്ലന്മാരായ പ്രതിനായകന്മാർ മാനിക്കപ്പെടുകയും ചെയ്യുന്ന നില കഥകളിയിൽ കാണാം. ഭക്തിയുടെ രസം ഇതിലില്ല. ദേവതകളെ വെല്ലുവിളിക്കുകയും ബ്രാഹ്മണരെ പീഡിപ്പിക്കുകയും യാഗം മുടക്കുകയും സ്വർഗം ജയിക്കുകയും ചെയ്യുന്ന പ്രതിനായകന്മാരാണ് ഏറിയ കൂറും കഥകളിയിലെ അധ്യവസാന വേഷങ്ങൾ. പ്രതിനായകന്മാരെ വധിക്കുന്ന ദൈവം ഒരു പ്രധാന കഥാപാത്രമായി വരുന്നു. ഉദാഹരണത്തിന് നരകാസുര വധത്തിൽ നരകാസുരനെ വധിക്കുന്ന വിഷ്ണുവിനെ അപേക്ഷിച്ച് നരകാസുരൻ കലാമണ്ഡലം രാമൻകുട്ടി നായരെ പോലുള്ള പ്രതിഭകൾക്ക് മാത്രം ആടാവുന്ന വേഷമായി മാറി. ബാലി വിജയത്തിൽ വിജയിയായ ബാലിയല്ല, പരാജിതനായ രാവണനാണ് മുഖ്യ കഥാപാത്രം. കഥകളിയിലെ വൻ വേഷങ്ങളിൽ പലതും രാവണന്മാരാണ്. കാർത്തവീര്യാർജുന വിജയം, ബാലി വിജയം, രാവണോത്ഭവം, രാവണ വിജയം എന്നിവയിലെല്ലാം പ്രതിനായ കഥാപാത്രം പ്രതാപിയായി മുന്നിട്ട് നിൽക്കുന്നു. വെളിച്ചത്തിൻ്റെയും ദിവ്യതയുടെയും കഥാപാത്രങ്ങളുടെ സ്ഥാനത്ത് പകയുടെയും പ്രതികാരത്തിൻ്റെയും താമസമൂർത്തികൾ മുന്നോട്ട് വരുന്നതാണ് കഥകളിയിൽ കാണുന്നത്. വെളിച്ചത്തിൻ്റെയും ദിവ്യതയുടെയും കഥാപാത്രങ്ങളുടെ സ്ഥാനത്ത് പകയുടെയും പ്രതികാരത്തിൻ്റെയും താമസമൂർത്തികൾ മുന്നോട്ട് വരുന്നു. യുദ്ധവും വധവും നിണവും പോലെ ഇരുട്ടും രാത്രിയുമായി ബന്ധപ്പെട്ടതത്രയും കഥകളിയിൽ രംഗത്ത് അവതരിപ്പിക്കുന്നു. കഥകളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ രാത്രിഞ്ചരന്മാർ തന്നെയായിത്തീരുന്നു. രാമനാട്ടമായി ആരംഭിച്ച് ഒടുവിൽ രാവണൻ്റെ കഥയായി മാറുന്നു കഥകളി. കഥകളി ബാലി വിജയത്തിലും കാർത്തവീര്യാർജുന വിജയത്തിലും രാവണൻ തോൽക്കുന്ന കഥാപാത്രമെങ്കിലും ജയിക്കുന്ന വൻ വേഷമാണ്. നായകൻ്റെ സ്ഥാനത്ത് പ്രതിനായകനെ പ്രതിഷ്ഠിക്കുന്ന രീതിയാണ് ഇവിടെയുള്ളത്. രാമായണത്തെ ആസ്പദമാക്കി 3 നാടകം എഴുതിയ CN ശ്രീകണ്ഠൻ നായർ ഈ മാതൃക തന്നെയാണ് പിന്തുടർന്നിരിക്കുന്നത്. ലങ്കാലക്ഷ്മിയിലെ ശ്രീകണ്ഠൻ നായരുടെ അവസാന നാടകം മാത്രമല്ലത്, മുതിർന്ന നാടകം കൂടിയാണ്. പിതാക്കളും പുത്രന്മാരും ഒന്നായി വീണുപോയിട്ടും പതറാതെയും പിൻവാങ്ങാതെയും തൻ്റെ മൃത്യുവിലേക്ക് അയാൾ സംഹാരദേവനായി കുതിച്ചു പോകുന്നു. നോക്കുക, പിതാക്കളും പുത്രന്മാരും ഒന്നൊന്നായി വീണുപോയിട്ടും പതറാതെയും പിൻവാങ്ങാതെയും തൻ്റെ മൃത്യുവിലേക്ക് അയാൾ സംഹാരദേവനായി കുതിച്ചു പോകുന്നു.
കാവ്യരചനയുടെ പാരാവാരങ്ങൾ കടർന്നു വളർന്നിൽക്കുന്നവനെന്ന് CN വിശേഷിപ്പിച്ച ഈ രാവണൻ അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ കഥാപാത്രമാണ്. CNൻ്റെ ഏറ്റവും മഹത്തായ കഥാപാത്രങ്ങളിൽ ഒന്നാണ് രാവണൻ്റേത്. ഉത്തരരാമായണത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് പൂർവ്വ കഥകളുടെ പരാമർശത്തിലും കഥാപാത്രങ്ങളുടെ വ്യക്തിത്വത്തിലും സംഭവങ്ങളുടെ വിശദാംശത്തിലുമെല്ലാം ഈ നാടകം. ഉത്തരരാമായണത്തിലെ എന്ന പോലെ തൻ്റെ വംശത്തെ പാതാളത്തിൽ നിന്ന് ഉയർത്തി രാക്ഷസ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തി പദത്തിൽ പ്രതിഷ്ഠിച്ച രാവണൻ ലങ്കാലക്ഷ്മിയിലും വംശോദ്ധാരണത്തിൻ്റെ ദൗത്യമാണ് പൂർത്തിയാക്കുന്നത്. രാക്ഷസ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തി പദത്തിൽ പ്രതിഷ്ഠിച്ച രാവണൻ ലങ്കാലക്ഷ്മിയിലും വംശോദ്ധാരണത്തിൻ്റെ ദൗത്യം പൂർത്തിയാക്കുന്നു. മുൻപറഞ്ഞ കൃതികളിലെല്ലാം പ്രതിനായകന്മാർ നായകരായി ആരാധ്യ പുരുഷന്മാരായി മാറുന്ന കാഴ്ചയാണ് കാണുന്നതെന്ന് KC നാരായണൻ മലയാളിയുടെ രാത്രികളിൽ പറഞ്ഞു വയ്ക്കുന്നു. അടുത്ത ചോദ്യം, സംസ്കാര പഠനത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന സർഗാത്മകവും മൗലികവുമായ നിരീക്ഷണമാണ് വീണപൂവും കഥകളിയും. വിലയിരുത്തുക. വീണപൂവും കഥകളിയും എന്ന R. വിശ്വനാഥൻ്റെ ലേഖനത്തിൽ ലേഖകൻ വീണപൂവിനെ ഒരു പ്രത്യേക വീക്ഷണകോണിൽ നോക്കിക്കാണുകയാണ്. വീണപൂവിനെ ഒരു പ്രത്യേക വീക്ഷണകോണിലാണ് നോക്കിക്കാണുന്നത്. പച്ചയായി തഴച്ചു നിൽക്കുന്ന ഒരു ചെടിയിൽ ഹരിത വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന ഒരു നിറത്തിനും നിലനിൽപ്പില്ലെന്നും ചെമന്ന വർണ്ണം വഹിക്കുന്ന പൂവ് നിലം പതിക്കുന്നത് ദുരന്ത നായകനോ നായികക്കോ സംഭവിക്കുന്ന പതനമാണെന്നും R. വിശ്വനാഥൻ നിരീക്ഷിക്കുന്നു. പച്ചയായി തഴച്ചു നിൽക്കുന്ന ഒരു ചെടിയിൽ ഹരിത വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന ഒരു നിറത്തിനും നിലനിൽപ്പില്ലെന്നും ചെമന്ന വർണ്ണം വഹിക്കുന്ന പൂവ് നിലം പതിക്കുന്നത് ദുരന്ത നായകനോ നായികക്കോ സംഭവിക്കുന്ന പതനമാണെന്നും R. വിശ്വനാഥൻ ഈ ലേഖനത്തിൽ നിരീക്ഷിക്കുന്നു. വീണപൂവ് ഒരു പ്രതീകമാണ്. വർണ്ണങ്ങളുടെ സംഘടനത്തിലൂടെ പ്രകൃതി കാഴ്ചവെക്കുന്ന ദുരന്ത നാടകമാണിതെന്ന് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. വരേണ്യവർഗത്തിൻ്റെ സ്ഥാപിത താൽപ്പര്യങ്ങൾ കഥകളിയിലും പ്രതിഫലിക്കുന്നു. കേരള പ്രകൃതിയുടെ സവിശേഷതകൾ മുൻനിർത്തി അജയ്യമായി നിലകൊള്ളുന്ന പച്ചയുടെ മേൽക്കോയ്മയും മലയാളിയുടെ സംവദനക്ഷമതയിൽ ചുവപ്പിനോടുള്ള ആഭിമുഖ്യവും ലേഖനത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പച്ച താഴ്വരകളുടെയും മലകളുടെയും പശ്ചാത്തലത്തിൽ ഉത്സവപ്പറമ്പുകളിൽ വന്ന് മറഞ്ഞു പോകുന്ന തെയ്യങ്ങളും ഭൂതങ്ങളും ചിമപ്പിൻ്റെ വർണ്ണവ്യവസ്ഥ തന്നെയാണ് പ്രകടമാക്കുന്നത്. പച്ചത്താഴ്വരകളുടെയും മലകളുടെയും പശ്ചാത്തലത്തിൽ ഉത്സവപ്പറമ്പുകളിൽ വന്ന് മറഞ്ഞു പോകുന്ന തെയ്യങ്ങളും ഭൂതങ്ങളും ചുമപ്പിൻ്റെ വർണ്ണവ്യവസ്ഥ തന്നെയാണ് പ്രകടമാക്കുന്നത്. പ്രകൃതിയിലെ ഇത്തരം ഹരിത രുധിര സംഘർഷം കഥകളിയിൽ മിഴിവുറ്റ നാടകീയ ദൃശ്യമായി പ്രേക്ഷകന് അനുഭവപ്പെടുന്നു. കഥകളി പച്ചയുടെ ആത്യന്തിക വിജയത്തെ ഉദ്ഘോഷിക്കുന്ന ഒന്നാണ്. കഥകളി പച്ചയുടെ ആത്യന്തിക വിഷയത്തെ ഉദ്ഘോഷിക്കുന്ന ഒന്നാണ്. ഉപജീവനത്തിനും ഐശ്വര്യത്തിനും സാമ്പത്തിക ഭദ്രതയ്ക്കും വയലോലകളെല്ലാം വാഴത്തോപ്പുകളായും തെങ്ങിൻ പറമ്പുകളായും ആശ്രയിക്കുന്ന കർഷക സമൂഹ മനസ്സ് പച്ചവർണ്ണത്തെ ആദർശവൽക്കരിച്ച് കാണുന്നു. സഹ്യനെ കിരീടമായും പച്ചവയലുകളെ കവിളിലെ മനയോലയായും കടൽ തീരത്തെ പൂഴി മണ്ണിനെ കണ്ട് മുടിയായും കേരളത്തെ പച്ചവേഷമാക്കിയ കവിതയാണ് വയലോപ്പിള്ളി കവിതയിൽ കാണാൻ സാധിക്കുന്നത്. ഒന്നുകൂടി പറയാം. സഹ്യനെ കിരീടമായും പച്ചവയലുകളെ കവിളിലെ മനയോലയായും കടൽ തീരത്തെ പൂഴിമണലിനെ മുടിയായും കണ്ട് കേരളത്തെ പച്ചവേഷമാക്കിയ കവിതയാണ് വയലോപ്പിള്ളിയുടേത്. കഥകളിയുടെ പിറവിക്ക് നൂറ്റാണ്ടിന് മുമ്പ് തന്നെ അഭിമന്യുവിൻ്റെ വേഷം പച്ചയാണെന്ന് എഴുത്തച്ഛൻ മഹാഭാരതം കിളിപ്പാട്ടിൽ പറഞ്ഞു വച്ചിട്ടുണ്ട്. ഇതിവൃത്തം എന്തായാലും പച്ചയുടെ വിജയത്തോടെയാണ് കഥകളി അവസാനിക്കുന്നത്. എന്തൊക്കെ പ്രകൃതി ദുരന്തങ്ങൾ വന്നാലും പച്ച അവയെല്ലാം അതിജീവിച്ച് തഴച്ചെത്തുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് ഇവിടെ പ്രകടമാകുന്നത്. കത്തിവേഷവും ചുവന്ന താടിയും ഏറിയ പങ്കും വധത്തിന് വിധിക്കപ്പെടുമ്പോൾ പച്ച അനന്തമായി ആട്ടം തുടരുകയാണ്. പച്ചവേഷത്തിൻ്റെ മരണം അത്യപൂർവമാണ്. കർഷക സംസ്കാരം രൂപപ്പെടുത്തിയ കലയായി കഥകളിയെ പരിമിതപ്പെടുത്തുന്നത് വാസ്തവത്തിൽ നിരക്കുന്നതല്ല. സംസ്കൃത പാരമ്പര്യം വഹിക്കുന്ന കൂടിയാട്ടത്തിലൂടെയും തുടർന്ന് കൃഷ്ണനാട്ടത്തിലൂടെയുമാണ് അത് വികസിതമായത്. പ്രഭുക്കന്മാരുടെയും രാജാക്കന്മാരുടെയും
പരിപോഷണത്തിലൂടെ വളർന്ന ഈ കലയിൽ അവരുടെ താൽപ്പര്യങ്ങളും കാഴ്ചപ്പാടുകളും അതിൻ്റെ ചിട്ടവട്ടങ്ങളെയും സമയങ്ങളെയും സ്വാധീനിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, കൂടിയാട്ടത്തിൻ്റെ സംരക്ഷണ കേന്ദ്രവും അവതരണ കേന്ദ്രവും ക്ഷേത്രങ്ങളായി പരിമിതപ്പെട്ടതിൻ്റെ സാഹചര്യവും കാരണങ്ങളും സംഗ്രഹിക്കുക. എം വി നാരായണൻ്റെ കൂടിയാട്ടത്തിലെ സാമൂഹിക ചരിത്ര സന്ദർഭങ്ങൾ എന്ന ലേഖനത്തിൽ ദക്ഷിണേന്ത്യയിലെ സംസ്കൃത നാടകത്തിൻ്റെ പ്രാചീന ചരിത്രമാണ് വരച്ചു കാട്ടുന്നത്. കൂടിയാട്ടം ഒരു സവിശേഷ ഘട്ടം വരെ ക്ഷേത്രത്തിന് പുറത്തുള്ള വേദികളിൽ നടത്തപ്പെടുകയും പിന്നീട് ക്ഷേത്രപ്രവേശനം കൈവന്ന് അവിടെ മാത്രമായി ചുരുക്കപ്പെടുകയും ചെയ്ത അവതരണമാണോ എന്ന ചോദ്യം ഉന്നയിക്കുന്ന ലേഖകൻ കുറച്ചുകൂടി പിന്നിലേക്ക് പോയി ദക്ഷിണേന്ത്യയിലെ സംസ്കൃത നാടക അവതരണത്തിൻ്റെയും അതിൻ്റെ അവതരണ ഇടത്തിൻ്റെ അതിന് ലഭ്യമായ രക്ഷകത്വത്തിൻ്റെയും ചരിത്രത്തിലേക്ക് നോക്കേണ്ടി വരുമെന്ന് അഭിപ്രായപ്പെടുന്നു. 10-ാം നൂറ്റാണ്ടിലും 14-ാം നൂറ്റാണ്ടിലും ഇടയിലുള്ള കേരളത്തിലെ സംസ്കൃത നാടക അവതരണത്തിന് 3 തരം വേദികൾ ഉണ്ടായിരുന്നു: ക്ഷേത്രങ്ങൾ, രാജകൊട്ടാരങ്ങൾ, പൊതുസ്ഥലങ്ങൾ. 10-ാം നൂറ്റാണ്ടിലും 14-ാം നൂറ്റാണ്ടിലും ഇടയിൽ കേരളത്തിലെ സംസ്കൃത നാടക അവതരണത്തിന് 3 തരം വേദികളുണ്ടായിരുന്നു: ക്ഷേത്രങ്ങൾ, രാജകൊട്ടാരങ്ങൾ, പൊതുസ്ഥലങ്ങൾ എന്നിവയായിരുന്നു അവ. എല്ലായിടത്തും നടൻ ചാക്യാന്മാരായിരുന്നു. ആദ്യ 2 അവതരണ സ്ഥലങ്ങളിലും പണ്ഡിതരായ പ്രേക്ഷകരാണ് ഉണ്ടായിരുന്നത്. മൂന്നാമത്തേതിൽ സാധാരണ ജനങ്ങളായിരുന്നു. ഇങ്ങനെ വ്യത്യസ്ത സദസ്സുകളിലും കാണികളെ രസിപ്പിക്കാൻ നടന്മാർക്ക് വ്യത്യസ്ത അഭിനയ തന്ത്രങ്ങൾ പ്രയോഗിക്കേണ്ടി വരും. 3 തരത്തിലുള്ള സംരക്ഷകരും ഇവർക്കുണ്ടായിരുന്നു. ആദ്യത്തേത് രാജകീയ സംരക്ഷകത്വമാണ്. സ്ഥിരമായി ഭൂമിയും അവതരണങ്ങൾക്ക് നെല്ലും മറ്റു വസ്തുക്കളും ദാനം ചെയ്തിരുന്നു. ആദ്യത്തേതിൽ രാജകീയ സംരക്ഷണമാണ്. സ്ഥിരമായി ഭൂമിയും അവതരണങ്ങൾക്ക് നെല്ലും മറ്റും വസ്തുക്കളും ദാനം ചെയ്തിരുന്നു. അടുത്തത് ക്ഷേത്ര സംരക്ഷകത്വമാണ്. ഉത്സവങ്ങൾക്കും മറ്റും വിശേഷ ദിവസങ്ങളിലും കൂത്ത് നടത്താനുള്ള അവകാശം അതിനായി ഭൂമി നൽകപ്പെട്ടിരുന്നു. മൂന്നാമത്തേത് പൊതുജനങ്ങളിൽ നിന്ന് ഉള്ളതാണ്. തിരുവല്ലാൻ ചെപ്പേടിൽ കാണുന്നത് പോലെ കൂത്ത് നടത്തുന്നതിനായി ചാക്യാന്മാർക്ക് നെല്ലും മറ്റു വസ്തുക്കളും നൽകുന്നതിനായി അവർ ക്ഷേത്രത്തിലേക്ക് ഭൂമി ദാനം ചെയ്തിരുന്നു. കൂത്തിൻ്റെ രാജകീയ സംരക്ഷണം പലപ്പോഴും ക്ഷേത്ര സംരക്ഷണത്തിൻ്റെ ഭാഗമായിരുന്നു. കൂത്തിൻ്റെ അരങ്ങ് പ്രധാനമായും ക്ഷേത്രത്തിൽ തന്നെയായിരുന്നു. സംസ്കൃത നാടക അവതരണങ്ങൾക്ക് വിവിധങ്ങളായ അരങ്ങുകളും വ്യത്യസ്തമായിട്ടുള്ള സംരക്ഷണകത്വവും ഉണ്ടായിരുന്നുവെങ്കിലും അക്കാലത്ത് നാടക അവതരണത്തിൻ്റെ വേദി എന്ന നിലയിലും സംരക്ഷകരെന്ന നിലയിലും ക്ഷേത്രങ്ങൾക്ക് പരമപ്രധാനമായ സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. 9, 10, 11 ശതകങ്ങളിൽ മഹോദയപുരം തലസ്ഥാനമാക്കി 2ാം ചേര സാമ്രാജ്യം കേരളത്തിൽ ആധിപത്യം ഉറപ്പിച്ചിരുന്നു. കലയിലും സാഹിത്യത്തിലും വിദ്യാഭ്യാസത്തിലുമെല്ലാം പ്രകടമായ പുരോഗതിയുടെ കാലമായിരുന്നു അത്. ചേര ഭരണകാലം കേരളം ബ്രാഹ്മണവൽക്കരിക്കപ്പെട്ട കാലമായിരുന്നു. ആന്ധ്ര, തമിഴ്നാട്, കർണാടകം എന്നിവിടങ്ങളിൽ നിന്ന് വൻതോതിൽ ബ്രാഹ്മണ കുടിയേറ്റം കേരളത്തിലേക്കുണ്ടായി. തൽഫലമായി 32 ഗ്രാമങ്ങൾ സ്ഥാപിച്ചു. അത് ഉപഗ്രാമങ്ങളായി വ്യാപിച്ച് ബ്രാഹ്മണ ആധിപത്യത്തിലുള്ളതും ക്ഷേത്ര കേന്ദ്രീകൃതവുമായ കാർഷിക ഗ്രാമങ്ങളായി പരിണമിക്കുകയും ചെയ്തു. 32ഓളം ഗ്രാമങ്ങൾ ഉണ്ടായി. തൽഫലമായി ഉപഗ്രാമങ്ങളും സ്ഥാപിക്കപ്പെടുന്നുണ്ട്. ബ്രാഹ്മണാധിപത്യത്തിലുള്ളതും ക്ഷേത്ര കേന്ദ്രീകൃതവുമായ ഒരു കാർഷിക ഗ്രാമങ്ങളായി ഇവയെല്ലാം പരിണമിക്കുന്നുണ്ട്. അവിടുത്തെ തൊഴിൽക്കൂട്ടങ്ങൾ വ്യത്യസ്ത ജാതികളായി തീരുകയും ഉച്ചനീച ബന്ധങ്ങളിൽ അധിഷ്ഠിതമായ കാർഷിക സമൂഹമായി തീരുകയും ചെയ്തു. ഈ ഗ്രാമങ്ങളെല്ലാം തന്നെ ബ്രാഹ്മണ ജന്മിമാരുടെ കീഴിലായി മാറുകയും ചെയ്തു. മതപരവും സാംസ്കാരികവുമായ ജീവിതത്തിൽ സ്ഥിരാകേന്ദ്രം വന്ന് ക്ഷേത്രങ്ങളായിരുന്നു. രാജാധികാരം ക്ഷേത്രങ്ങൾക്ക് കൈയയച്ച് സഹായം നൽകുകയും ചെയ്തിരുന്നു. മതപരവും സാംസ്കാരികവുമായ ജീവിതത്തിൻ്റെ സ്ഥിരാകേന്ദ്രം വന്ന് ക്ഷേത്രങ്ങളായിരുന്നു. മതപരവും സാംസ്കാരികവുമായ ജീവിതത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായിരുന്നു ക്ഷേത്രങ്ങൾ. രാജാവ് ക്ഷേത്രങ്ങൾക്ക് കൈയയച്ച് സഹായം കൊടുത്തു. രാജാവിൻ്റെ സംരക്ഷണത്തിൽ ബ്രാഹ്മണ സ്വാധീനത്തോടെ ക്ഷേത്രങ്ങളിലുള്ള അവതരണങ്ങളും വളർന്നു വന്നു. നൂറ്റാണ്ട് യുദ്ധമെന്ന ചേര ചോള യുദ്ധത്തിന് ഫലമായി 11ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ കുലശേഖര ഭരണം അവസാനിക്കുകയും സാംസ്കാരികമായും സാമ്പത്തികമായും അപജയം നേരിടുകയും ചെയ്തു. ചേര സാമ്രാജ്യത്തിൻ്റെ പതനം ബ്രാഹ്മണാധിപത്യത്തിൻ്റെ ഉയർച്ചയ്ക്കും ക്ഷേത്രാധികാരികളുടെ രാഷ്ട്രീയ നിർണായക ശക്തിക്കും ഇടയാക്കി. ഇപ്പോൾ ചേര സാമ്രാജ്യത്തിൻ്റെ പതനം ബ്രാഹ്മണാധിപത്യത്തിൻ്റെ ഉയർച്ചയ്ക്കും ക്ഷേത്രാധികാരികളുടെ രാഷ്ട്രീയ നിർണായക ശക്തിക്കും ഇടയാക്കി. ആചാരപരവും സാമൂഹികവുമായ മേൽക്കോയ്മയെ സാധൂകരിക്കുന്ന വിധം ജാതി വ്യവസ്ഥ സമൂഹത്തിൽ ഉറച്ചു പോവുകയും ചെയ്തു. ജാതി വ്യവസ്ഥ ഉറച്ചു പോകുന്നു.
കലകളുടെ സംരക്ഷക ആയിട്ട് അധികാര കേന്ദ്രം മാറുന്നു. ഈ അധികാര കേന്ദ്രമായി ക്ഷേത്രങ്ങൾ മാറുന്നു. അവതരണ സ്ഥലങ്ങളായി ക്ഷേത്രങ്ങൾ മാറുന്നു. ജാതി വ്യവസ്ഥ സമൂഹത്തിൽ ഉറച്ചു പോകുന്നു. കലകളുടെ സംരക്ഷകരായി അധികാര കേന്ദ്രങ്ങൾ മാറുന്നു. അധികാര കേന്ദ്രങ്ങൾ ക്ഷേത്രങ്ങളായിരുന്നു. അവതരണ സ്ഥലമായി ക്ഷേത്രങ്ങൾ മാറുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാട്ടവും കൂത്തമ്പലങ്ങളിൽ മാത്രം പരിമിതപ്പെടുന്നു. മറ്റൊരു വസ്തുത 1341 വെള്ളപ്പൊക്കമാണ്. ചേര സാമ്രാജ്യ തലസ്ഥാനമായ മഹോദയപുരം പ്രളയത്തിൽ താഴ്ന്ന് തുടച്ചു നീക്കപ്പെടുന്നു. പൊതുസ്ഥലങ്ങളിലും രാജകൊട്ടാരങ്ങളിലും കൂടിയാട്ടം അവതരിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതെയാകുന്നു. സംരക്ഷകരെന്ന നിലയിൽ ക്ഷേത്രങ്ങളുടെ അധികാര സ്വാധീനം വർദ്ധിക്കുന്ന കാഴ്ചയാണ് പിന്നീട് സംഭവിക്കുന്നത്. അവതരണത്തിൻ്റെ ആദ്യാവസ്ഥാനങ്ങളിൽ ചടങ്ങുകൾ കൂട്ടിച്ചേർത്തും ക്ഷേത്രത്തിൻ്റെ വാർഷിക പരിപാടികൾ ചില പ്രത്യേക ദിവസങ്ങളിൽ നീക്കിവെച്ചും ചാക്യാന്മാർക്ക് ക്ഷേത്രസ്ഥലത്തിൽ അവകാശവും ക്ഷേത്രോപജീവികൾ എന്ന പദവിയും നൽകുകയും ചെയ്യുന്നു. അങ്ങനെ കൂടിയാട്ടം ക്ഷേത്ര കലയായി മാത്രം മാറുകയാണ് ചെയ്യുന്നത്. കൂടിയാട്ടം ക്ഷേത്ര അരങ്ങുകളിൽ മാത്രമായി ഒതുങ്ങുന്നു. 15-ാം നൂറ്റാണ്ടോടെ പൂർണ്ണമായും കൂത്തമ്പലങ്ങളിൽ തന്നെയായിരുന്നു ഈ കലാരൂപം അവതരിപ്പിച്ചിരുന്നത്. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആദ്യം പറഞ്ഞതുപോലെ മുൻപ് പോസ്റ്റ് ചെയ്ത ക്ലാസ്സുകൾ എല്ലാവരും കാണുക, പരീക്ഷയ്ക്ക് നന്നായി പഠിക്കുക. എല്ലാവർക്കും വലിയ വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.